ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കുവേരി പാലത്തിലാണ്. ഈ ബാഗ് ഓർമ്മയുണ്ടോ? പണ്ട് എന്നെ ആ ജീവിതത്തിൽ ഫസ്റ്റ് എക്സസൈസ് പിടിച്ചത് ഈ ബാഗ് കൊണ്ടാ. ഓർമ്മയുണ്ടേക്ക്? ഓർമ്മയിലുണ്ട്. ആ കഥ നമുക്ക് ഇവരോട് പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞു കൊടുക്കും. പണ്ട് ഇതേപോലെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി ഉദയരി പോയി. ഉദയരി തന്നെ ഇങ്ങനെ പോയി. അപ്പൊ നാളെ മുമ്പ് ഒരു ബാഗ് ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോ നമ്മിങ്ങനെ പോയി പാലത്തമ്മ നിൽക്കുമ്പോണ്ട് എക്സസൈസ് പുറകെ വേണ്ടി നമ്മള് വിളിക്കുന്നു. ഇങ്ങുവാന്ന് പറഞ്ഞു. വാ മക്കളെ വാ, മറ്റേ ബാഗും കാര്യങ്ങളൊക്കെ അടിച്ച് തപ്പി. അങ്ങനെ ആടെ പോയപ്പോ അവരിങ്ങനെ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അവരവരെ ഡ്യൂട്ടി ചെയ്തു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ബാഗും കാടും മലയൊക്കെ എന്ന് പറഞ്ഞൊരു പ്രദേശമാണത്. ഈ ബാഗിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻസുലിൻ സപ്ലിമെന്റും സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഡയബറ്റിസിൽ ഏതൊരാളായാലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബാഗും കാര്യങ്ങളൊക്കെ കൈ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എവിടെ പുറത്ത് പോയാലും ഇൻസുലിൻ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതാണ്. ചില ആൾക്കാർ നമുക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കും, അത് ഡ്രഗ്സ് ആണെന്നും കൊണ്ട്. അപ്പോൾ ഞാൻ ഈ ബാഗിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഇൻസുലിൻ ആണ്. അതുപോലെ ഇത് ഗ്ലൂക്കോമീറ്റർ. ഇതിന് പുറമെ നീഡിലും സിറിഞ്ചൊക്കെ അത്യാവശ്യം ഇതിനകത്ത് ഉണ്ടാകും. ഇതുണ്ട്, ഇങ്ങനെ സിറിഞ്ചൊക്കെ അത്യാവശ്യം ഇതിനുള്ള ഉണ്ടാവും. നമ്മളന്ന് എക്സസൈസിനോട് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ സർട്ടിഫൈഡ് ഒന്നും അല്ല, ഡയബറ്റീസ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമൊന്നും അല്ല. അപ്പം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അവർ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു, ടൈപ്പ് 1 ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലാണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഡയബറ്റിസ് വരുന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല. ടൈപ്പ് 2 കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇതുപോലെ നിങ്ങളും ഏതെങ്കിലും ട്രാവൽ ചെയ്യുന്ന ഒരു അവസരത്തിൽ നിങ്ങളും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം ചോദിക്കും, ആൾക്കാരെന്താ വിചാരിക്കല്, നീ അപ്പുറത്ത് മാറി നിന്ന് കാണാണ്ട് എടുത്താൽ പോരെ എന്നൊക്കെ പറയും. നമ്മളെന്തിനാ അവരെയൊക്കെ മൈൻഡ് ചെയ്യുന്നത്? നമ്മളെ കാര്യം ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.